പട്ടിക്കാട് ഗവൺമെന്റ് എൽ.പി. സ്കൂളിന് പുതിയ കെട്ടിടം. പട്ടിക്കാട് ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടിയാണ് സ്കൂള് നാടിന് സമർപ്പിച്ചത്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ. രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാകിരണം മിഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ ഓരോ പുരോഗതിയും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വിധേയമാക്കേണ്ടതില്ല എന്നും പട്ടിക്കാട് എൽ.പി. സ്കൂളിൽ നടത്താൻ ലക്ഷ്യമിടുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അധ്യക്ഷ പ്രസംഗത്തിൽ റവന്യൂ മന്ത്രി കെ. രാജൻ പറഞ്ഞു. നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസന പദ്ധതി പ്രകാരം ഒല്ലൂർ എം.എൽ.എയും സംസ്ഥാന റവന്യൂ ഭവന വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ. രാജന്റെ ശ്രമഫലമായി കേരള സർക്കാർ പട്ടിക്കാട് ഗവൺമെന്റ് എൽ.പി. സ്കൂളിന് അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി. കെ. സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യ നിക്ഷേപ നിയമ ലംഘനങ്ങൾ കണ്ടുപിടിച്ച പിഴ ഈടാക്കുന്നതിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി. ആർ. ജോൺ, അസിസ്റ്റന്റ് സെക്രട്ടറി പി. ആർ. സുമേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി. ആർ. രജിത, ഇ. എസ്. അഭിലാഷ്, പൂർവ്വ അധ്യാപകരായ എം. ആർ. ചന്ദ്രശേഖരൻ മാസ്റ്റർ, കെ. വി. അന്നക്കുട്ടി, സരസ്വതി, ടി. സി. മേരി, നിർമ്മലാദേവി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ. വി. സജു, ഒല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ്യ രാജേഷ്, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. പി. രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ. വി. അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ അബൂബക്കർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ. ടി. ജലജൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ്, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി. എം. ബാലകൃഷ്ണൻ, വിദ്യാകിരണം കോർഡിനേറ്റർ എൻ. കെ. രമേശ്, പി. ടി. എ പ്രസിഡന്റ് സരിത ബാബു, എസ്.എം.സി. ചെയർമാൻ ജിബി ജോൺ, എം. പി. ടി. എ പ്രസിഡന്റ് കെ. ആർ. അശ്വതി, എസ്.എം.സി. അംഗം എം. ആർ. ചന്ദ്രശേഖരൻ മാസ്റ്റർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ പി. വി. സുദേവൻ, ജനറൽ കൺവീനർ മാത്യു നൈനാൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മനു പുതിയമഠം, രാജു പാറപ്പുറം, സി. വി. ജോസുകുട്ടി, എബിൻ ഗോപുരം, പ്രധാന അധ്യാപിക വി. വി. സുധ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. നമ്മുടെ സ്കൂൾ അനുദിനം പുരോഗതിയിലേക്ക് പോവുകയാണ് എന്ന് നാം കണ്ടു. കേവലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, ഉയർന്നു വരുന്ന ഓരോ കെട്ടിടത്തിന്റെ പിന്നിലും സമാനതകളില്ലാത്ത വിധമുള്ള ചില അധ്വാനങ്ങളുണ്ട് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. വിദ്യാഭ്യാസ രംഗത്തുള്ള ഓരോ പുരോഗതിയും ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്കോ ലാഭനഷ്ടത്തിന്റെ ഹരണഗുണന പട്ടികകൾക്കോ വിധേയമാകേണ്ട ഒന്നല്ല. എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്തിനെ തന്നെ ഗുരുനാഥൻ എന്ന് വിളിക്കപ്പെടാവുന്ന ചന്ദ്രശേഖരൻ മാഷ് ഒരുപക്ഷെ വീടിനകത്ത് സുഖകരമായി ഇരുന്നാൽ മറ്റാരും ചോദിക്കാതില്ല എന്നറിയുമ്പോഴും ഈ സ്കൂളിന്റെ സ്നേഹപൂർവമായിട്ടുള്ളൊരു കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് വരണം എന്നാഗ്രഹിക്കുന്നത്? ഞാൻ ഓരോ ടീച്ചർമാരുടെ പേരായി പറഞ്ഞാൽ കുറഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് പേര് പറയാതെ നമ്മുടെ ഈ സ്കൂളിലെ എച്ച്.എമ്മുമാരും മുൻ അധ്യാപകരുമായിരുന്നവരെല്ലാം എന്തുകൊണ്ടാണ് തങ്ങളുടെ കാലാവധി കഴിഞ്ഞിട്ടും ഈ ചടങ്ങിൽ എത്തിച്ചേരണം എന്ന് നിശ്ചയിക്കുന്നത്? അത് നമ്മുടെ കലാലയത്തിന്റെ ഓരോ ഇഞ്ചിലും ഉണ്ടാകുന്ന പുരോഗതിക്ക് പിന്നിൽ ഹൃദയത്തിലെ ചില സ്വപ്നങ്ങളുണ്ട് എന്ന് കരുതുന്നത് കൊണ്ടാണ്.